അങ്ങനെ ആവേശകരമായ നെഹ്റു ട്രോഫിയിലെ പുത്തൻ താരോദയം ഉണ്ടായിരിക്കുന്നു. പുന്നമടയിൽ കപ്പുയർത്തി അരോമ ബോട്ട് ക്ലബ്ബ്. അരോമ ചുണ്ടനാണ് വിജയികൾ. പുന്നമടയിൽ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത് വിയപുരം UVC കൈനകരി FC, മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, നടുഭാഗം PBC പുന്നമട NFC ബോട്ട് ക്ലബ്ബ്, അരോമ ബോട്ട് ക്ലബ്ബ് ചുണ്ടനുകളായിരുന്നു. കഴിഞ്ഞ വർഷം ഡബിൾ ഹാട്രിക് നേട്ടമെന്ന ചരിത്രം കൈവിട്ടു പോയതിന്റെ കണക്ക് തീർക്കാനാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എത്തിയത്. അരോമ ചുണ്ടനും അരോമ ക്ലബിനും ഇത് ലക്ഷ്യം കന്നി അംഗത്തിലെ കിരീടമായിരുന്നു. എന്തായാലും അത് അവർ സാധ്യമാക്കിയിരിക്കുന്നു. കേവലം 12 മില്ലി സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ഒന്നാം സ്ഥാനം അവർ കരസ്ഥമാക്കിയിരിക്കുന്നത്. 72ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് അങ്ങനെ പുത്തൻ താരോദയം ഉണ്ടായിരിക്കുന്നു. അരോമ ബോട്ട് ക്ലബ്ബ് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അടക്കം പ്രമുഖ അതിഥികൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP എന്നിവരും ഉദ്ഘാടന വേദിയിലുണ്ടായിരുന്നു. സാംസ്കാരിക മന്ത്രി PC വിശ്വനാഥ് പതാക ഉയർത്തിയാണ് പരിപാടി ആരംഭിച്ചതെങ്കിലും പുന്നമടയിലെ ജലരാജാവായി അരോമ ബോട്ട് ക്ലബ്ബ് എത്തിയിരിക്കുന്നു. 22 ചുണ്ടൻ വള്ളങ്ങൾ അടക്കം 71 വള്ളങ്ങളാണ് പരിപാടിയിൽ മാറ്റുരച്ചത്.